പിന്നിലേക്ക് നോക്കി ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം നമുക്ക് കുതിക്കാനുള്ളത് മുന്നോട്ടാണ്. അപ്പോൾ മുന്നോട്ട് നമ്മളുടെ കുതിപ്പിനുള്ള വേഗത കിട്ടണമെങ്കിൽ സങ്കടപ്പെട്ടിരിക്കരുത്. അതാണ് ജീവിതത്തിന്റെ ഒരു ഭാഗം. നമുക്ക് നല്ലൊരു വീട് സ്വന്തമാക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയതെല്ലാം മറന്നിട്ട് നമ്മൾ നല്ലൊരു വീട്, നല്ല ക്വാളിറ്റിയുള്ള വീട്, നമ്മുടെ ഫാമിലിക്ക് ഏറ്റവും നല്ല ഭംഗിയായിട്ട് താമസിക്കാൻ പറ്റുന്ന വീട്, അങ്ങനെയുള്ള വീടായിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത്. അങ്ങനെയുള്ള വീട് നമുക്കിപ്പോൾ അതുപോലെയുള്ള ഒരു വീടിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുക. പാല മുനിസിപ്പാലിറ്റി തന്നെ 10 സെന്റ് സ്ഥലത്തില് 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ഒരു ഗംഭീരമായിട്ടുള്ള വീടിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക. ഇവിടെ കിണർ വെള്ളമുണ്ട്, വെള്ളം കയറത്തില്ല, ഈ 2 വിശേഷങ്ങളുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്ന കേരള തനിമയുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇത്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം ക്വാളിറ്റി ഉള്ളതാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായ ഒരു നല്ലൊരു എന്താ പറയുന്ന നിർമ്മാണത്തിൽ അതിൻ്റെതായ ഒരു പക്വത പുലർത്തിയിട്ടുള്ള നല്ലൊരു വീട്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ഡെയിലി കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ മീനച്ചിൽ ഹോംസിനെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനുണ്ട്, മേടിക്കുവാനുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ മറ്റേ ഏരിയയിലേക്ക് നമ്മൾ അധികം സർവീസിന് പോകാറില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കൊല്ലം അല്ലെങ്കിൽ തിരുവനന്തപുരം, കാസർഗോഡ്, കണ്ണൂർ, എവിടെയും വയനാട് എവിടെയും ആയിക്കോട്ടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ടുള്ളത് ഞങ്ങളുടെ മീനച്ചിൽ ഹോംസിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പരസ്യം ചെയ്യാം. വെബ്സൈറ്റ് വഴി നല്ല രീതിയിൽ എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നു. www.meenachilhomes.com എന്നതാണ് വെബ്സൈറ്റ്. അതുപോലെ നിങ്ങൾക്ക് വാങ്ങിക്കുവാനുള്ളവർക്കും നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് നോക്കാം, ആരെങ്കിലൊക്കെ വിൽക്കുവാനുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ നേരിട്ട് വിളിക്കാം. അതിനകത്ത് പ്രത്യേകിച്ച് കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, നേരിട്ട് എൻക്വയറി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിൻ്റെ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുമ്പോൾ നല്ല ഒരു ഫ്രണ്ടേജ്, റോഡ് ഫ്രണ്ടേജിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു വ്യൂ ആണ് ഈ വീടിൻ്റെ. കാർ പോർച്ച് സിറ്റ് ഔട്ടും ഒരു സ്റ്റെപ്പ് താത്തി വാർത്തുകൊണ്ട് 2 A ഷേപ്പ് ഫ്രണ്ടിൽ കൊടുത്തുകൊണ്ട് നല്ല റൂഫ് ചെയ്തിരിക്കുന്ന മോഡൽ നല്ലൊരു വീടാണ് ഇത്. അപ്പോൾ ഇവിടെ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് നോക്കാം. ഈ മതിൽ, മഴ കാരണം മതിൽ കറക്റ്റായിട്ട് പെയിൻ്റ് അടിച്ചിട്ടില്ല, ബാക്കി മുഴുവൻ പണികളും തീർന്നിരിക്കുകയാണ്. ജസ്റ്റ് കുറച്ച് ചെറിയ ചെറിയ പണികൾ അകത്ത് ബാക്കിയുണ്ട്. ഇവിടെ നമുക്ക് ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് നമ്മുടെ വാഹനങ്ങൾ കയറാനുള്ള ഭാഗം ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ഇത് ടാർ റോഡാണ്. ടാർ റോഡിൻ്റെ ഈ സൈഡിൽ നമുക്കൊരു ചെറിയ സ്പേസ് കിടപ്പുണ്ട്. അത് നമുക്കൊരു വണ്ടിയൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യാനൊക്കെ കിട്ടുന്ന രീതിയിൽ സ്പേസ് പുറത്ത് തന്നെയുണ്ട്. അപ്പോൾ വീടിനകത്തേക്ക് മുറ്റത്തേക്ക് കയറി നല്ല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള നല്ലൊരു മണൽ പോലത്തെ ഒരു സാധനമാണ് ഇട്ടിരിക്കുന്നത്. നല്ലൊരു സംഭവം തന്നെയാണ് ആ ഇട്ടിരിക്കുക. ഇവിടെ നമ്മൾ നേരെ മുറ്റം വഴി നമ്മുടെ മുറ്റത്ത് കയറി നമ്മൾ നേരെ ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോവുകയാണ്. ഓരോ വർക്കുകളും നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ പണികൾ കഴിപ്പിച്ച് കൊടുക്കുന്ന നല്ലൊരു ഗ്രൂപ്പിൻ്റെയാണ് ഈ വീട്. അപ്പോൾ എല്ലാ കാര്യത്തിലും മീനച്ചിൽ ഹോംസ് ഇവരുടെ ഒട്ടനവധി വീടുകൾ സെയിൽ ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരും ഹാപ്പിയാണ്. കാരണം അതാണ് നമുക്കൊരു ബിൽഡറെ കുറിച്ച് അറിയാവുന്ന അറിവ് എന്ന് പറയുന്നത്, മേടിക്കുന്ന കസ്റ്റമർ ഹാപ്പിയാണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ വീട് ഈ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ വീടുകൾ വാങ്ങിച്ചവർ 100% ഹാപ്പി ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കൺസ്ട്രക്ഷനാണ്. ഒരു കംപ്ലൈൻറ്റും പിന്നീട് വരുന്നതായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. അതാണ് നമുക്ക് എടുത്തു പറയത്തക്കതായിട്ടുള്ളത്. ചുറ്റോടിയിട്ടുള്ള ജനൽപ്പാളികൾ നമുക്ക് കാണാം, കംപ്ലീറ്റ് തേക്കാണ്. ഇത് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ട്. ഈ കിണർ കുഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പൈപ്പ് തുറന്ന് വിട്ട പോലെയായിരുന്നു ഉറവ്. നല്ല വേനൽക്കാലത്ത് നല്ല ഒരു മഴയില്ലാതെ ഭയങ്കരമായിട്ട് 45 ഡിഗ്രി ചൂട് അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഈ കിണർ കുഴിക്കുന്നത് കണ്ടത്. അപ്പോൾ ആ സമയത്ത് പൈപ്പ് തുറന്ന് വിട്ട പോലെ ഉറവയായിരുന്നു. അതുപോലെ ഉറവയുള്ള നല്ലൊരു കിണറാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെയർ കേസ് കയറി ജസ്റ്റ് മുകളിലത്തെ വ്യൂ ഒന്ന് കാണിക്കുവാനായിട്ട്, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് എഴുതിയേക്കുന്നു റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല എന്ന്. അപ്പോൾ അത് നേരത്തെ എല്ലാ വീഡിയോയിലും നമ്മൾ കാണിക്കുന്നായിരുന്നു. അപ്പോൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇത് ഇനി മുതൽ റൂഫിൻ്റെ മുകളിലോട്ട് കയറുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എല്ലാവർക്കും കാണുവാനായിട്ട് ഇതാണ് റൂഫ്. ഒരു 150 പേരുടെ ഫംഗ്ഷൻ വന്നാലും നമുക്ക് നടത്താനുള്ള സ്പേസ് ഉണ്ട്. നമ്പർ ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഗ്രില്ല് നെറ്റ് വെച്ച് കവർ ചെയ്യാം, അല്ലെങ്കിൽ അതും കൂടി സ്ക്വയർ ഫീറ്റിൽ പെടുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് നേരെ മുകളിലത്തെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഈ സൈഡിൽ നല്ല മുറ്റമുണ്ട്. ഇവിടെ ഒരു അലക്കുകല്ല് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോറ് ഈ സൈഡിലാണ്. അപ്പോൾ ഈ സൈഡിൽ മുറ്റം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. പിന്നെ ഒരിക്കലും ഈ ബാക്ക് സൈഡിലോ ഈ നമ്മൾ നിൽക്കുന്ന സൈഡിലോ ഒരിക്കലും വീടുകൾ വരുന്നതല്ല. അത് പ്ലോട്ടായിട്ട് തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ള സ്ഥലങ്ങളല്ല. ഇനി നമ്മൾ നല്ല റെസിഡൻഷ്യൽ മേഖലയാണ്. നല്ല വീടുകൾ പണി തീർന്നുകൊണ്ടിരിക്കുന്നതും പണി തീർന്ന് കിടക്കുന്നതുമായിട്ടുള്ള നല്ലൊരു ടോപ്പായിട്ടുള്ള റെസിഡൻഷ്യൽ മേഖലയാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇവിടെയാണ് നമ്മുടെ എന്താ പറയുന്ന, വീണ്ടും നമ്മൾ മുറ്റത്തെ കാർ പോർച്ചിലേക്ക് വന്നു. സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണ്. സിറ്റ് ഔട്ട് നല്ലൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ, വലിപ്പമുള്ള സിറ്റ് ഔട്ട് തന്നെ. മൊത്തം തേക്കിൻ തടി കൊണ്ടുള്ള ഡോറുകളാണ്, ജനൽപ്പാളികൾ, അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ് എല്ലാം തേക്കിൻ്റെ തടികൾ തന്നെ. ഫ്രണ്ട് ഡോറ് നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ളത് എന്നാൽ ചെറിയ ഡിസൈൻ വർക്കോട് കൂടിയുള്ള നല്ലൊരു ഡോറ്, ഫ്രണ്ട് ഡോറ്. തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ്. നല്ലൊരു സ്വീകരണ മുറി, നല്ല വിശാലമായിട്ടുള്ള നല്ല വലിപ്പമുള്ള സ്വീകരണ മുറി, നല്ലൊരു വാം ഫീലിങ്ങിലുള്ള ഒരു ഇൻറ്റീരിയർ ജിപ്സം വർക്ക് ലൈറ്റുകൾ. ഈ ലെഫ്റ്റ് സൈഡിലാണ് TV യൂണിറ്റ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ വേറെ ഒരു എക്സ്ട്രാ വർക്കുകളൊക്കെ വരുന്നതാണ്. അതെല്ലാം പണികൾ തീർക്കുവാനായിട്ടുള്ളതാണ്. അപ്പോൾ ഈ നേരെ നോക്കി നമ്മൾ ഈ പാർട്ടീഷൻ വർക്കിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ലൊരു രൂപക്കോടിൻ്റെ പോയിൻ്റാണ് ഇവിടെ വന്നിരിക്കുക. വീട് പടിഞ്ഞാറ് ദർശനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രൂപക്കോട് നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുക്കാൻ പറ്റും. കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നാണല്ലോ പ്രയർ ചെല്ലേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് പടിഞ്ഞാറ് ദർശനത്തിലുള്ളതായതുകൊണ്ട് തന്നെ നേരെ ഫ്രണ്ടേജിൽ കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ ഡൈനിങ് ഹോളാണ്. ഡൈനിങ് ഹോളിൽ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള്, അവിടെ നല്ലൊരു വാഷ് കൗണ്ടർ. പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റോഡിലേക്ക് ഇറങ്ങുവാനായിട്ടൊരു 350 മീറ്റർ ദൂരം, 400 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കടകളിലേക്കൊക്കെ പോകാനായിട്ട് ഈ 350-400 മീറ്റർ ദൂരം വന്നു കഴിഞ്ഞാൽ കടകളിലേക്ക് ഇറങ്ങാം. ടൗണിലേക്ക് പോകുവാനായിട്ടൊരു 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ടൗണിലേക്ക് പോകുവാനായിട്ടുള്ളത്, പാലാ ടൗണിലേക്ക് വരുവാനായിട്ടുള്ളത്. ജോലിക്കാരെയൊക്കെ സംബന്ധിച്ച് നല്ല രീതിയിൽ താമസിച്ച് നടന്നു പോയി ജോലിക്ക് പോകാനൊക്കെ പറ്റുന്ന രീതിയിലും, അല്ലെങ്കിലും പാലാ ടൗണിൽ ഒരു 2 വീലർ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്കൊക്കെ ടൗണിൽ കൊണ്ട് 2 വീലർ വെച്ചാൽ ഒരു 1.5 കിലോമീറ്റർ ഓടിച്ചാൽ മതി. അതിനുശേഷം വേണമെങ്കിൽ കേരളത്തിൻ്റെ ഏത് സൈഡിലേക്കുള്ള ബസ് സർവീസുകളും പാലായിൽ നിന്നുണ്ട്. അങ്ങനെ ബസ്സിന് കയറി പോകുവാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടും. നല്ലൊരു കിച്ചണിലേക്കാണ് നമ്മൾ കയറിയത്. നല്ല വിശാലമായൊരു കിച്ചണാണ്. നല്ലൊരു ACP വർക്കുകൾ കൊണ്ട് തീർത്തിരിക്കുന്ന നല്ല കബോർഡ് വർക്കുകളാണ്. ഇവിടെ സ്റ്റോർ റൂമുണ്ട്. നമ്മൾ സ്റ്റോർ റൂമാണ് കണ്ടത്. ഇതൊരു വർക്ക് ഏരിയയുടെ ഭാഗമാണിത്. വീണ്ടും നമ്മൾ കിച്ചൺ വഴി ഇനി 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. നല്ല വലിപ്പമുള്ള കിച്ചണാണ്, ഓപ്പൺ കിച്ചണാണ് ഇവിടെ. അപ്പോൾ ഒരു വീട്ടിൽ ഏറ്റവും ഭംഗിയായിട്ട് കിടക്കേണ്ടതും ഏറ്റവും മനോഹരമായിരിക്കേണ്ടതും ഏറ്റവും വൃത്തിയായിട്ടിരിക്കേണ്ട ഭാഗം കിച്ചണാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കിച്ചൻ്റെ ദൃശ്യങ്ങളിലൂടെ പോവുകയാണ്. കിച്ചൺ നല്ല കിച്ചൺ. ഇവിടെ നമ്മൾ നേരെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതാണ് വാഷ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നത്. തടി കൊണ്ടുള്ള കട്ടള ആഞ്ഞിലി, തടി കൊണ്ടുള്ള ഡോറുകൾ എല്ലാം നല്ല തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഇൻറ്റീരിയർ വർക്കുകൾ, ജിപ്സം വർക്കുകൾ ചെയ്തിരിക്കുന്ന ബെഡ്റൂമുകളിൽ ഒരു സൈഡിലെ ഭിത്തി ഒരു ഗ്രേ ഡിസൈൻ വരുന്ന രീതിയിലുള്ള നല്ലൊരു ഭിത്തിയാണ്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ടോയ്ലറ്റ് ഡോറൊക്കെ നല്ല വില കൂടിയ നല്ല ഫൈബറിൻ്റെ ഡോറാണ് ചെയ്തിരിക്കുക.
ടോയ്ലറ്റ് നമ്മൾ തുറന്ന് കയറി നോക്കുകയാണ്. ഇവിടെ ടൈലൊക്കെ ആണെങ്കിൽ നല്ല ഒരു ഗ്രാൻഡായിട്ടുള്ള ടൈല്. ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി വീണ്ടും ഡൈനിങ് ഹാൾ വഴി കടന്ന് നമ്മൾ ലിവിങ് ഏരിയയുടെ സൈഡിലൂടെ തന്നെ നമ്മൾ അടുത്ത 3 ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോവുക. 3 ബെഡ്റൂം, 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡാണ്. 3 ഫേസ് വയറിങ്ങിനുള്ള വയറിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് നമുക്ക് സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുക. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. മീനച്ചിൽ ഹോംസ് ഏകദേശം 14ഓളം ബാങ്കുകളുമായിട്ട് ടൈപ്പ് ഉണ്ട്. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ബാങ്കുകളുമായിട്ട് ഏത് ബാങ്കാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം. ഇനി നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് ലോൺ എടുക്കാൻ അല്ലെങ്കിൽ താല്പര്യമുള്ള ബാങ്കുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്നതിനും വിരോധമില്ല. കാരണം അതിൻ്റെ നല്ലതും ചീത്തയുമായ വശങ്ങൾ നമ്മൾ പറഞ്ഞു തരും. താല്പര്യമുണ്ടെങ്കിൽ മീനച്ചിൽ ഹോംസ് ലോൺ അറേഞ്ച് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും മാത്രം തന്നാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്ത് ഫുൾ റെസ്പോൺസിബിലിറ്റിയോടുകൂടി തന്നെ നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അങ്ങനെ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എല്ലാ സർവീസും മീനച്ചിൽ ഹോംസിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ നമുക്ക് സർവേയർ, അതുപോലെ ആധാർ എഴുതാൻ, അതുപോലെ അങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുമുള്ള സർവീസുകൾ നമുക്കുണ്ട്. ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനിയാണ് മീനച്ചിൽ ഹോംസ്. ISO സർട്ടിഫിക്കറ്റ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചു. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ, യൂട്യൂബ് ചാനലിലൊക്കെ പോസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള വളരെ ഒരു 7-8 മാസത്തെ ശ്രമത്തിന് ശേഷമാണ് ISO സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനി കേരള സർക്കാർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസിയാണ് മീനച്ചിൽ ഹോംസ്. അപ്പോൾ അങ്ങനെ എല്ലാ സർവീസുകളും നമുക്ക് ഏറ്റവും നല്ല പക്വതയോടുകൂടിയും പാകതയോടുകൂടിയും ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ISO സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ നടന്ന് 2 ബെഡ്റൂമാണ് കണ്ടത്. ഇനി ഇവിടെ ഒരു പാസേജാണ് നമ്മൾ കാണുന്നത്. ഈ പാസേജ് കടന്ന് നമ്മൾ നേരെ ചെന്ന് കഴിയുമ്പോൾ ഈ സൈഡിൽ 2 ബെഡ്റൂമും കൂടി, ഈ 2 ബെഡ്റൂമും കൂടെ കണ്ടുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 90 ലക്ഷം രൂപയാണ് ചോദിക്കുക. നെഗോഷ്യബിൾ പ്രൈസാണ്. നല്ല ക്വാളിറ്റിയോടുകൂടി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന, അത് മുനിസിപ്പാലിറ്റിയിൽ വരുമ്പോൾ സ്ഥലത്തിൻ്റെ വിലയൊക്കെ ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്ഥലവിലയൊക്കെ ഉള്ള നല്ലൊരു മേഖലയിൽ ഇത്രയും നല്ലൊരു വീട് 90 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിലയല്ല. എങ്കിലും അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. ഈ വീട് മേടിച്ചു കഴിഞ്ഞാൽ ഇനി കർട്ടൻ മാത്രം ചെയ്താൽ മതി. ബാക്കി മുഴുവൻ പണികളും തീർന്നിരിക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇനി കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെറിയ വർക്കുകളുണ്ടെങ്കിൽ അതെല്ലാം ഫിനിഷ് ചെയ്താണ് തരുന്നത്. നമ്മൾ മേടിക്കുക, കർട്ടൻ ചെയ്യുക, നമ്മുടെ ഫർണിച്ചർ കൊണ്ടുവന്നിടുക, നേരെ കയറി താമസിക്കുക, അത്രയും പണികൾ ഇനി ബാക്കി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ വീടിൻ്റെ മുഴുവൻ നിർമ്മിതികളും ചെയ്തിരിക്കുക. അങ്ങനെ നമ്മൾ 4ാമത്തെ ബെഡ്റൂമിൻ്റെ അകത്തേക്ക് കയറി. ഇവിടെയും ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും ലൈറ്റ് ഉണ്ട്. ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ഫാന്, ഒരു ഫാൻസി ലൈറ്റ്, അത്രയാണ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിരിക്കുക. ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം കബോർഡുകൾ ചെയ്തിരിക്കുന്നത് കാണാം. എല്ലാം ക്വാളിറ്റിയുള്ള ടൈലായിക്കോട്ടെ, പൈപ്പുകളായിക്കോട്ടെ, വയറിങ് സാധനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ബാത്റൂം ഫിറ്റിങ്സുകളായിക്കോട്ടെ, ഇതെവിടെ ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഷവർ ഏരിയയും അല്ലാത്ത ഏരിയയും തമ്മിൽ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഇങ്ങോട്ട് വരാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ പാർട്ടീഷൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നല്ല എല്ലാ തരത്തിലും ഏറ്റവും ക്വാളിറ്റി എങ്ങനെ വരുത്താം എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി വീട്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഈ ബെഡ്റൂമിൻ്റെ അകത്തുനിന്നും ഇറങ്ങാൻ പോവുകയാണ് പുറത്തേക്ക്. ഇവിടെയാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീടും സ്ഥലവും നേരിൽ കാണണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. നേരിൽ ഏത് സമയത്തും വരാം. നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ വില സംസാരിച്ചാൽ മതി. അപ്പോൾ വില നെഗോഷ്യബിളാണ്. അപ്പോൾ നെഗോഷ്യബിളായിട്ടുള്ള വില നമുക്ക് വില പേശി സംസാരിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. പുതിയ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.